ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇതൊരു ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഈവനിങ് നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വീടിൻ്റെ തൊട്ട് പുറയിലുള്ള ഒരു പാർക്കുണ്ട്, പാർക്കിൽ ജസ്റ്റ് വന്നേക്കാണ്. അപ്പോൾ ചായയൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇത് അന്ന് നൈറ്റ് ഒരു 10:30 ആയപ്പോഴാണ് കേട്ടോ. നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയ രീതിയിൽ കാറ്റും ഉണ്ടായിരുന്നു, മിന്നലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് കാറ്റ് അങ്ങോട്ട് കൂടി, അതുപോലെ മിന്നലും മഴയും ഭയങ്കര ശക്തിയായി. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ കാറ്റ് വന്നപ്പോഴത്തേനാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത് ബെഡ്റൂമിൽ കാറ്റ് വന്നു കഴിഞ്ഞാൽ ജനലിൽ കൂടെ വെള്ളം അകത്തോട്ട് വരും. പോയി നോക്കുമ്പോൾ ജനൽ ഫുള്ള് വെള്ളം താഴോട്ട് വന്ന് ബെഡിൻ്റെ അടുത്തോട്ട് എത്താറായി, താഴെ മാറ്റൊക്കെ നനയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ ജനലിൽ കൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത്. കാറ്റ് വരുമ്പോൾ വെള്ളം അങ്ങനെ അടിച്ചു വരും. പിന്നെ 3 ബെഡ്റൂമും അന്ന് രാത്രി ഒരു 10-12 മണി വരെ ഉണ്ടായിരുന്നു ക്ലീനിങ് കേട്ടോ. ഫുള്ള് വെള്ളം കുറേയൊക്കെ ഇങ്ങനെ തുണി കൊണ്ട് പിഴിഞ്ഞ് ബക്കറ്റിലേക്ക് എടുത്തു, പക്ഷേ കുറേ ഉണ്ട് വെള്ളം, അപ്പോൾ പോകുന്നില്ല. അപ്പം ഞാൻ പിന്നെ എല്ലാം ഫുൾ ബെഡ്റൂം കഴുകി ഇങ്ങനെ ബാത്റൂമിലേക്ക് തട്ടി വിട്ടു. അപ്പോൾ എന്താണെങ്കിലും വീടൊക്കെ നീറ്റായി കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ള പാല് മാത്രമാണ് വെച്ചിട്ടുള്ളൂ കേട്ടോ തിളപ്പിക്കാൻ. അപ്പോൾ ഇന്നിനി വൈകുന്നേരത്തേക്ക് ചോറൊന്നും ഇരിപ്പില്ല. ഇന്നലത്തെ കറികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉച്ചയ്ക്ക് എടുത്തത്. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് മാവ് കുഴയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ഫുഡ് പ്രോസസ്സറിൽ എനിക്കൊരു 2.5 കപ്പ് മാവ്, 2.5 കപ്പ് മീൻസ് ഒരു 240 ml കപ്പിൽ 2.5 കപ്പ് അറ്റ് ടൈം എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനേക്കാൾ പറഞ്ഞെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ മാവ് ഇടാം, പക്ഷേ അത് മൊത്തം കൺജസ്റ്റഡ് ആകും. പിന്നെ അത് കറങ്ങുന്നതിൻ്റെ സ്പീഡ് കുറയും, കുറച്ച് ബ്ലേഡിനൊക്കെ കുറേ റെസിസ്റ്റൻസ് വരുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ എമൗണ്ട് കുറച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ മാവൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് 2.5 കപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തു, അതിനുശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും പൾസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ മാവിൽ ഈ സംഭവങ്ങളൊക്കെ മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓണാക്കി വെച്ചിട്ട് ഞാൻ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കതുകൊണ്ട് കറക്റ്റ് വെള്ളത്തിന് കണക്കൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ നോക്കി നിൽക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പുട്ടിൻ്റെ പൊടിയുടെ ഒരു പരിവാവും നമ്മുടെ മാവ്. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ ചെറിയ ചെറിയ ഉരുളകൾ പോലെയാകും മാവ്, കുഞ്ഞു കുഞ്ഞു ഉരുളകൾ, ബോൾസ് പോലെയാകും. അപ്പോൾ ആ ഒരു സമയത്തുമ്പോൾ നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സൂക്ഷിച്ച് വേണം, കാരണം പിന്നെ നമ്മൾ ഓരോ ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ ഒറ്റ കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം അതിനുശേഷം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ എന്താ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ, ചെറിയ ബോളുകളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടത് ചെറിയ ചെറിയ ബോളുകളായിട്ടുണ്ട് മാവ്. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കയ്യിലേക്ക് ഒരു പാത്രത്തിൽ തട്ടി കൊടുത്തിട്ട് കൈ കൊണ്ട് നമുക്ക് കൂട്ടി കുഴച്ചെടുത്താലും പറ്റും. പക്ഷെ അപ്പോൾ അതെനിക്ക് പറ്റില്ലാത്തതുകൊണ്ട്, അതിന് മടിയായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നമ്മൾ തൊട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളമില്ലാന്ന്, പക്ഷേ തൊട്ട് നോക്കുമ്പോൾ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ സൂക്ഷിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് വരും, ഒറ്റ കട്ടയായിട്ട് വരും. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇതിൽ നിന്ന് അതേപടി എടുത്ത് സ്റ്റോർ ചെയ്താൽ മതി.
അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു അല്പം കൂടെ ഓയിലൊന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണ് മാവിൻ്റെ പുറത്ത് മൊത്തം ഒന്ന് കോട്ടായാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള മാവ് കിട്ടും. പിന്നെ നമുക്ക് പാത്രത്തിലൊട്ടും വേസ്റ്റ് ആവില്ല മാവ്. ഫുള്ളായിട്ട് നമുക്കിങ്ങനെ മാവായിട്ട് കയ്യിലെടുക്കാൻ പറ്റും. പാത്രം കഴുകേണ്ട ആവശ്യമില്ല, അതുപോലെ ക്ലീൻ ആയിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ പാല് നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു കേട്ടോ. തിളച്ച് വീണില്ല, കുറച്ച് പാലേ ഉള്ളായിരുന്നു. അപ്പോൾ ജസ്റ്റ് മുകളിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് വിൻഡോ തുറന്നാൽ മാത്രമാണ് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ തലേ ദിവസം മഴ പെയ്തതാന്ന് പറയില്ല അല്ലേ. മൊത്തം നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ പിറ്റേ ദിവസം മഴയ്ക്ക് ശേഷം നല്ല ചൂടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ മാവ് നമ്മൾ കൈ തൊടാത്ത മാവായതുകൊണ്ട് നമ്മുടെ സാധാ കുഴയ്ക്കുന്ന മാവ് പോലെ പെട്ടെന്ന് അങ്ങനെ അഴുക്കാവില്ല കേട്ടോ. ഫ്രിഡ്ജിലിരുന്ന കളർ ചേഞ്ച് ഒന്നും വരില്ല. നമ്മളിപ്പോൾ 1-2 ദിവസത്തേക്കൊക്കെ ഒരുമിച്ച് വെക്കണമെങ്കിൽ ഇതുപോലെ 2-3 ബാച്ചൊക്കെ ആയിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ക്ലിങ് ഫിലിമിലൊന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയാവാതെ 2-3 ദിവസമൊക്കെ ഇരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ജോലിക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സംഭവം. അപ്പോൾ ഇതാ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ. അപ്പോൾ വെള്ളം ഒരിച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷേ അത് നമ്മൾ മാവിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന സമയത്ത് പൊടിയിട്ടല്ലേ പരത്തുന്നത്, അപ്പോൾ ഓക്കെ ആയിക്കോളും. കണ്ടോ, ജാറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ മോന് ഹിന്ദി കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എത്ര വിളിച്ചാലും വരില്ല, മടിയാണ് ഹിന്ദി പഠിക്കാൻ. അപ്പോൾ അത് എഴുതാനുള്ളതൊക്കെ എടുത്ത് കൊടുത്ത് 1-2 ലൈനൊക്കെ എഴുതുള്ളൂ. അപ്പോൾ ജസ്റ്റ് 2 ലൈൻ വീതം എഴുതിപ്പിച്ചിട്ട് ബാക്കി ജോലികൾ അതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ച് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും കറി ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ ഞാനിതുപോലെ പെട്ടെന്ന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ബോക്സിൽ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും കുക്കിംഗ് ടൈമിൽ. രാവിലെ വെളുപ്പിനൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരൊറ്റ ബോക്സ് വെളിയിലെടുത്താൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ TV കാണുന്ന സമയത്തൊക്കെ, ഞാൻ എല്ലാവരും ഇരുന്ന് കാണുന്ന സമയത്തൊക്കെ വെളുത്തുള്ളിയൊക്കെ എല്ലാവരുടെയും കയ്യിൽ കൊടുക്കും. ഇപ്പോൾ പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പൊട്ടറ്റോ, മഞ്ഞൾ, ഉപ്പ്, പിന്നെ പച്ചമുളക് 3-4 ഇട്ടിട്ടുണ്ട്. ഒരു ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സാധനം ആഡ് ചെയ്യാൻ മറന്നുപോയി. അതായത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യണം വേവിക്കുന്ന സമയത്ത്. കാരണം പൊട്ടറ്റോ ആകുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലെ ഡിന്നറിനാണ് കഴിക്കുന്നത്, രാത്രിയും കൂടെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയത്ത് അരപ്പ് തേങ്ങയും മഞ്ഞളും ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് അരപ്പ് റെഡിയാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അരയ്ക്കുമ്പോൾ തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് മാറിയിട്ടില്ലായിരുന്നു. സോ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തു.
ഇപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരാറായിട്ടുണ്ട്. അപ്പം ഹസ്ബൻഡിന് മാത്രമുള്ള ചപ്പാത്തിയാണ് ഇപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുള്ളൂ. നമുക്ക് ഡിന്നറിന് ടൈം ആകുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് പരത്താമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു 6:15 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്ത് ചുട്ടെടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ കുറച്ച് ഗരം മസാലയും കൂടെ നമ്മൾ ഈ താളിച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെ പറ്റി ഒരു കമൻറ്റ് ഇടാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും. നമസ്കാരം.